എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മളപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എല്ല് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സവാള, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇത് ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതൊക്കെ. അപ്പം നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമ്മളിന്ന് അടുപ്പയിലാണ് കപ്പ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പം നമ്മൾ അടുപ്പയിൽ ഇരുമ്പ് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തയിൽ ഉപ്പും മഞ്ഞളും ഒക്കെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഇട്ടത്. അപ്പോൾ ഒന്ന് മൂത്തും കിട്ടും നമുക്ക് തേങ്ങ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കരിയാപ്പില, സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നമ്മളപ്പോൾ വലിയ 3 സവാളയാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റി കൊടുക്കാം. എളുപ്പം വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തത്. സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വരുന്നുണ്ട്. നന്നായിട്ട് വഴണ്ട് വരുവാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും 3 ടേബിൾ സ്പൂൺ. ഈ പൊടിയുടെ പച്ച മണം മാറുന്നിടം വരെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ ചേർത്ത പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന എല്ല് ചേർത്ത് കൊടുക്കാം. ഈ മസാലയും എല്ലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. എല്ല് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എല്ല് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം നമുക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. കഷ്ണമൊക്കെ വെന്ത് കഴിഞ്ഞ് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലേ നമുക്ക് അന്നേരം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് ഈ അടപ്പയിൽ കപ്പ വേവിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അപ്പം നമ്മൾ കപ്പ ഇവിടെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കപ്പയുടെ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കരിയാപ്പിലയൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് എല്ല് വെന്തോന്ന് നോക്കാം. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇത് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കാം. വേകാനുണ്ട് നമുക്കിനി. അപ്പം കപ്പയൊക്കെ വേകുന്ന സമയത്ത് കപ്പയ്ക്കകത്ത് ചേർക്കാൻ വേണ്ടി നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന്
ചുമക്കാറാകുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചുമന്നുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഒന്ന് വാടി വന്ന് നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയും കറിവേപ്പിലയും ചുമന്നുള്ളിയൂടെ ചേർത്ത് നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോഴാണേലും നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. എല്ലിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ല് നമുക്കിനി ഈ ഒരു ഉരുളിക്കകത്തേക്ക് മാറ്റാം. എന്നാലേ നമുക്കിതെല്ലാം കൂടിയിട്ട് ഇളക്കാൻ പറ്റും. അപ്പം കപ്പയും നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിപ്പോൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുക. അപ്പം നമുക്ക് എല്ല് കറിക്കകത്തേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച് തേങ്ങയൊക്കെ നമുക്ക് ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ കപ്പ ബിരിയാണി ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കണം. നല്ല കിടിലൻ ടേസ്റ്റാണ്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.